രാജ്യത്ത് ഈ വാണിജ്യ LPG ക്ഷാമം അതിരൂക്ഷമാണ്. LPG വാണിജ്യ സിലിണ്ടറുകളുടെ ലഭ്യതക്കുറവ് രൂക്ഷമായതോടെ സംസ്ഥാനത്ത് കൂടുതൽ ഹോട്ടലുകൾ അടച്ചുപൂട്ടിയിരിക്കുന്നു. ഇനിയും എത്ര നാൾ? നഗരങ്ങളിൽ കടുത്ത പ്രതിസന്ധിയുണ്ട്. കേറ്ററിംഗ് സ്ഥാപനങ്ങൾക്ക് പിന്നാലെ ഹോസ്റ്റലുകളും PG താമസ സൗകര്യങ്ങളിലും ഒക്കെ പ്രതിസന്ധിയുണ്ട്. ഇതെല്ലാം ജനജീവിതത്തെ ബാധിക്കുകയാണ്. കൊച്ചിയിൽ മാത്രം 2500ഓളം ഹോട്ടലുകൾ പൂട്ടിയെന്നാണ്. അപ്പോൾ അതിനിടയിൽ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ഇറാനും ഇന്ത്യയും തമ്മിൽ പലവട്ടം ചർച്ചകൾ നടത്തി. ഇപ്പോഴും ചർച്ചകൾ നടക്കുകയാണ്. കപ്പൽ സുരക്ഷ, ഊർജ്ജ സുരക്ഷ എന്നിവയിലാണ് പ്രധാനപ്പെട്ട ചർച്ചകൾ. ജോയ്മോനും അമലും നമുക്കൊപ്പം ഈ വിഷയത്തിൽ തന്നെ തത്സമയം ചേരുന്നുണ്ട്. ആദ്യം ജോയ്മോനിലേക്ക് പോകാം. നിലവിലെ പ്രതിസന്ധികൾ എങ്ങനെയാണെന്ന് നോക്കാം. ജോയ്മോനെ, പറഞ്ഞ പോലെ പാചകത്തിന് ബദൽ മാർഗങ്ങൾ സ്വീകരിക്കണമെന്നൊരു നിർദ്ദേശം ഇതിനകം വന്നു കഴിഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്. കൽക്കരിയും മണ്ണെണ്ണയൊക്കെ ഉപയോഗിക്കാൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു. 2500ഓളം ഹോട്ടലുകളൊക്കെ കൊച്ചിയിൽ മാത്രം പൂട്ടിയിട്ടെന്ന് പറഞ്ഞാൽ ഈ സ്ഥിതി അത് അത്ര കണ്ട് ഗുരുതരമാണ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സേതു പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. എറണാകുളം നഗരത്തിലെ സ്ഥിതിയും വളരെ രൂക്ഷമാണ്, അല്ലെങ്കിൽ പ്രതിസന്ധി വളരെ രൂക്ഷമായി തുടരുന്ന സാഹചര്യമാണ്. നിലവിൽ 2500ഓളം ഹോട്ടലുകൾ അല്ലെങ്കിൽ തട്ടുകടകളാണ് നഗരത്തിൽ ഇതുവരെയായിട്ട് പൂട്ടിയത്. ഇപ്പോൾ ബാക്കിയുള്ള ഹോട്ടലുകളാണെങ്കിലും ബദൽ സംവിധാനങ്ങളിലേക്ക് നീങ്ങി അതുമൂലം കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. അതായത് പ്രധാനമായും വരുന്ന പരിമിതി എന്ന് പറഞ്ഞാൽ ഈ LPG സിലിണ്ടറുകളുടെ ലഭ്യതക്കുറവ് കാരണം വിറകുകൾ അല്ലെങ്കിൽ മറ്റ് ബദൽ മാർഗങ്ങളിലേക്ക് ഹോട്ടലുകൾ നീങ്ങി. പക്ഷേ അവിടെയും പ്രതികൂല സാഹചര്യമുള്ളത്. പല ഹോട്ടലുകളും ഇതിനാവശ്യമായിട്ടുള്ള സ്ഥലമോ അല്ലെങ്കിൽ വിറകിലേക്ക് പാചകം മാറ്റാനുള്ള സൗകര്യങ്ങളോ കാര്യങ്ങളോ ഇല്ല. നമ്മളിപ്പോൾ തന്നെ ആയാലും കൊച്ചിയിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു ഹോട്ടലായ പോഞ്ഞിക്കര കുസീനിലാണ് നമ്മളുള്ളത്. ഇവിടുത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ദിനംപ്രതം ആയിരക്കണക്കിന് ഭക്ഷണം കഴിക്കാൻ ആളുകൾ എത്തുന്ന ഹോട്ടലിലെ അവസ്ഥയാണ്. അതായത് ഒരാൾ പോലും ഇപ്പോൾ ഇവിടേക്ക് എത്തുന്നില്ല. അപ്പോൾ ഇവിടുത്തെ ഷെഫ് നമ്മളോട്, നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം, ഇവിടുത്തെ സാഹചര്യം എങ്ങനെയാണ് നിലവിൽ? ഗ്യാസിന്റെ പ്രതിസന്ധി അതുപോലെ തന്നെ തുടരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ പ്രതിസന്ധിയെ പോഞ്ഞിക്കര മറികടക്കുകയാണ്. കാരണം ഞങ്ങളുടെ അതിജീവനത്തിനാണ് ഞങ്ങൾ വിറകടുപ്പിലേക്ക് ഭാഗികമായിട്ട് മാറി. എങ്ങനെയാണ് ഇപ്പോൾ ഈ ഫുഡ് ക്രമത്തിലെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല, നമ്മളത് സമയം നമ്മൾ ഏകീകരിച്ചു. കാരണം നമ്മൾ 12 മുതൽ നമ്മൾ 5 മണി വരെ നമ്മുടെ ഡിന്നറും ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റും ഇല്ല. പക്ഷെ ലഞ്ച് നമുക്ക് ഉണ്ട്. നമ്മൾ സ്ഥിരം വരുന്ന നമ്മുടെ ഫുഡ് കഴിക്കുന്ന ആളുകളുണ്ട്. അവർ നമുക്ക് ഒരിക്കലും മുടക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ നിലനിൽപ്പിന്റെ ഒരു പ്രശ്നമാണ്. വിറകിന്റെ ലഭ്യത കുറവ്. വിറകിന്റെ ലഭ്യത ഇപ്പോൾ 3-4 സ്ഥലത്ത് പോയിട്ടാണ് നമുക്ക് അന്വേഷിച്ചിട്ടാണ് കിട്ടിയത്. അതിപ്പോൾ ഒരു വില അതിന് ഭാഗ്യമായിട്ട് വില കയറിയിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മളത് വിറകടുപ്പിലേക്ക് ഭാഗ്യമായിട്ട് നമ്മൾ മാറി. നാളെ തൊട്ട് ഒരു 90% നമ്മൾ വിറകടുപ്പിലേക്ക് തന്നെ മാറും. നമ്മുടെ ലൈവുള്ള കാര്യങ്ങളും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഐറ്റംസ് നമ്മൾ കുറവില്ലാതെ അതുപോലെ തന്നെ കൊടുക്കും. കാരണം നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മൾ ഹാപ്പി ആക്കണം. പിന്നെ നമ്മുടെ ഒരു അതിജീവനത്തിന്റെ പ്രശ്നമാണ്. നമ്മൾ നിലനിന്നേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അതിജീവനത്തെ നമ്മൾ പോഞ്ഞിക്കര കുസിഞ്ഞ് മറികടക്കും. എണ്ണത്തിൽ കുറവെല്ലാം വന്നിട്ടുണ്ട്. ആളുകൾക്ക് ഒരു ഇന്നലെയൊക്കെ ഒരു വളരെ ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല, ലഞ്ച് കുഴപ്പമില്ല. കാരണം ആളുകൾക്ക് വന്നു കഴിയുമ്പോൾ ഭക്ഷണമുണ്ട്, അവരുടെ ആവശ്യത്തുള്ള ചോയ്സുള്ള ഭക്ഷണങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആളുകൾ സ്വാഭാവികമായിട്ടും ആളുകൾ തിരിച്ചു വരും. LPG വിതരണത്തെ പറ്റി എന്തെങ്കിലും ഒരു അപ്ഡേറ്റ്സ് വല്ലതും ഉണ്ടോ? അതിനൊരു അപ്ഡേറ്റ്സ് നമുക്ക് നിലവിലില്ല. കുറച്ച് ദിവസങ്ങൾ പരിഹരിക്കുമെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. സേതു, എല്ലായിടത്തെയും സ്ഥിതി ഇത് തന്നെയാണ്. അതായത് LPG സിലിണ്ടറുകൾ, വാണിജ്യ ആവശ്യത്തിനുള്ള LPG സിലിണ്ടറുകൾ കിട്ടാനില്ല. അപ്പോൾ പലരും ഈ ബദൽ മാർഗങ്ങളായ വിറകും അതുപോലെ തന്നെ മണ്ണെണ്ണ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നുണ്ടെങ്കിലും അവിടെയും ഒരു പ്രതിസന്ധിയുണ്ട്. അതായത് ഒരുപാട് ഹോട്ടലുകൾ കൊച്ചി നഗരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, സ്ഥലത്തിന്റെ പരിമിതികൾ കൊണ്ട് വിറകിലേക്ക് മാറാത്തവരുണ്ട്. ബാക്കിയുള്ളവരും ഈ വിറകിന്റെ ലഭ്യതക്കുറവുണ്ട് ഇപ്പോൾ. അതായത് ഒരുപാട് ഹോട്ടലുകൾ വിറകിലേക്ക് മാറുന്നു. അപ്പോൾ അതിനൊരു പ്രതിസന്ധിയുണ്ട്. പക്ഷേ എങ്കിൽ തന്നെയാലും അതിജീവിച്ചേ മതിയാകൂ എന്നൊരു മനക്കരുത്തിൽ അല്ലെങ്കിൽ മുന്നോട്ട് പോകാനുള്ള തീവ്ര പരിശ്രമത്തിലാണ് പല ഹോട്ടൽ ഉടമകളും അല്ലെങ്കിൽ ഹോട്ടൽ ജീവനക്കാർ. ഇപ്പോൾ ഹോട്ടലുകൾ മാത്രമല്ല, PGകളായാലും നമുക്കറിയാം കൊച്ചി നഗരത്തിൽ ഒരുപാട് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ജോലി അന്വേഷിച്ചുവെന്ന് ഇവിടെ താമസിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇവർക്കൊക്കെ ഏക ആശ്രയം അല്ലെങ്കിൽ ഭക്ഷണത്തിനായി ആശ്രയിച്ചിരുന്നത് ഹോട്ടലുകളെയാണ്. അപ്പോൾ അത് ഹോട്ടലുകളും തട്ടുകടകളും ഒക്കെയാണ്. അവയൊക്കെ ഇപ്പോൾ പൂട്ടിപ്പോകുന്ന പ്രതിസന്ധി തന്നെയാണ്. ബാക്കി അല്ലാത്തവരായാലും അതിജീവനത്തിന്റെ മാർഗമായി അവർ ഇപ്പോൾ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കുന്നു. തുടരുന്നു. പിന്നെ ഹോട്ടലുകളൊക്കെ ബദൽ മാർഗങ്ങൾ കൂടി സ്വീകരിച്ച് വരുന്നു എന്നുള്ളത്. ഇനിയിപ്പം ഇതുമായി ബന്ധപ്പെട്ട ഈ പ്രതിസന്ധി എന്ന് തീരുമെന്നുള്ളതിലേക്കാണ് രാജ്യത്തെ നടക്കുന്ന ചർച്ചകളെ കുറിച്ചാണ്. അമലെ, ഇപ്പം ഗുഡ് ഈവനിങ്.
വളരെ നിർണായകമായ ചർച്ചകൾ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് ഇറാനുമായി സംസാരിച്ചിരിക്കുന്നു. യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇറാനുമായി ഒരു ഉന്നതതല ബന്ധം സ്ഥാപിക്കാനും ഇതുവഴി രാജ്യത്തിന് സാധിച്ചു എന്നും പറയും. ഇപ്പം കഴിഞ്ഞ ദിവസം ഇറാൻ പുറത്തിറക്കിയ ഒരു പ്രസ്താവനയിൽ ഇക്കാര്യം അവർ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പം നമ്മുടെ കൺസേൺ എന്ന് പറയുന്നത് ഇന്ത്യൻ കപ്പലുകൾ അക്രമത്തിന് ഇരയാകാതെ കടലിടുക്ക് താണ്ടി നമ്മുടെ രാജ്യത്തേക്ക് വരണം. രണ്ടാമത്തേത് ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കണം എന്നിവയൊക്കെയാണ്. ഇതിലൊക്കെ എന്താണ് നിലവിലെ സ്റ്റാറ്റസ് അമൽ? സേതുലക്ഷ്മി, എന്നാണ് ഈ ഒരു പ്രതിസന്ധിക്ക് ഒരു അന്ത്യമുണ്ടാവുക എന്ന കാര്യത്തിൽ പലതരത്തിലുള്ള ഒരു വ്യക്തതയില്ലാത്ത അല്ലെങ്കിൽ ആർക്കും വ്യക്തമായി പ്രവചിക്കാൻ സാധിക്കാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ട് എങ്കിൽ തന്നെയും ചില ചരിത്രപരമായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് പല വിദഗ്ധരും പറയുന്നത് 6 to 8 മാസങ്ങൾ എടുത്തേക്കാം ഈ ഒരു സംഘർഷം നീണ്ടുപോകാനെന്ന്. പ്രത്യേകിച്ചും ഡൊണാൾഡ് ട്രംപ് തന്നെ പറയുന്ന പ്രകാരമാണെങ്കിൽ കുറച്ച് ദിവസങ്ങളുടെ കാര്യം മാത്രമേ ഉള്ളൂ, എത്രയും വേഗത്തിൽ ഈ പ്രശ്നം സോൾവ് ചെയ്യും എന്ന് പറയുന്ന അതേ ഡൊണാൾഡ് ട്രംപാണ് കരയുദ്ധം നടത്തണം എന്നൊരു ആവശ്യം കൂടി ഉണ്ടാകുന്നത്. പക്ഷേ അത് പ്രസിഡന്റിന്റെ അധികാര പരിധിയിൽ വരുന്നതല്ല, അമേരിക്കൻ പാർലമെന്റ് തന്നെ അതിന് അംഗീകാരം കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ അപ്പോൾ കരയുദ്ധത്തിലേക്ക് അമേരിക്ക നീണ്ടാൽ മാത്രമേ ഈ യുദ്ധം കുറെ അധികം കാലത്തേക്ക് നീങ്ങൂ എന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കും. പ്രത്യേകിച്ചും ഇറാനിൽ അതൊരു ഗറില്ല വാർഫെയറിലേക്കൊക്കെ പോകുവാനുള്ള സാധ്യതയാണുള്ളത്. അവിടെ ചെന്നാൽ ഇറാൻ സേനയ്ക്കായിരിക്കും കുറെ കൂടി മേൽക്കൈ ഉണ്ടാവുക. അമേരിക്കക്ക് പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു വിജയം ഉണ്ടാവുകയില്ല. വിയറ്റ്നാമിന് ശേഷം അത്തരത്തിലുള്ള ഒരു തോൽവിയിലേക്ക്, പ്രതിസന്ധിയിലേക്ക് പോകാൻ ഒരിക്കലും അമേരിക്ക തയ്യാറാവുകയില്ല. മാത്രവുമല്ല, സൈനികരെ മറ്റൊരു രാജ്യത്ത് കൊണ്ടുപോയി കുരുതി കൊടുക്കുന്നതിനോടും അവിടുത്തെ ജനങ്ങൾക്കിടയിൽ വലിയൊരു എതിർപ്പുമുണ്ട്. ഏതായാലും ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വന്നാൽ ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നിലനിൽക്കുന്നത് അത് പെട്രോളിയം ഇതിന്റെ കാര്യത്തിലല്ല, മറിച്ച് ഗ്യാസിന്റെ കാര്യത്തിലാണ്. ഗ്യാസിൽ ഈ പ്രതിസന്ധി വരാനുള്ള കാരണം ഹോർമൂസ് കടലിടുക്ക് വഴി വലിയ ലാർജ് ഷിപ്മെന്റ്സുകൾ വരാനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ്. അല്ലെങ്കിൽ ഗ്യാസിനെ, LPG അടക്കമുള്ള ഗ്യാസിനെ കണ്ടെയ്ൻ ചെയ്യുവാനുള്ള വലിയ സവിശേഷതകളുള്ള ഷിപ്പുകൾക്ക് കടന്നു വരാൻ ഹോർമൂസ് കടലിടുക്കുകൾ കൂടിയാണ് വേഗത്തിലെത്താൻ സാധിക്കുക. പക്ഷെ അവിടെ ഈ പ്രതിസന്ധി വന്നുകൊണ്ടാണ് ഇപ്പോൾ ഉണ്ടായത്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു വിജയം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണത്. അത് നമ്മുടെ 2 ഷിപ്പുകൾ ഈ ഹോർമൂസ് കടലിടുക്കുകൾ കടന്നു വന്നിരിക്കുന്നു. അത് MT പരിമലും MT പുഷ്പകുമാണ്. ഈ 2 വെസലുകളും മുംബൈ തീരത്ത് എത്തുകയും ചെയ്തിരിക്കുന്നു. പ്രത്യേകിച്ചും ഇത് നയതന്ത്രത്തിലെ ഇന്ത്യയുടെ ഒരു മേൽക്കൈ തന്നെയാണ്. പ്രത്യേകിച്ചും US-ഉമായിട്ടും ഇസ്രായേലുമായിട്ടും ചേർന്ന് നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യക്ക് 1990-കൾ തൊട്ട് ഇറാനുമായി ശക്തമായ ബന്ധമുണ്ട്. അത് ഡിപ്ലോമാറ്റിക് ബന്ധമാണ്. പക്ഷേ അതിനും എത്രയോ കാലം മുൻപ് ചരിത്രപരമായ ബന്ധം പോലും ഇന്ത്യക്കും ഇറാനും തമ്മിലുണ്ട്. പക്ഷേ ഈ ഒരു ബന്ധത്തെ ഇപ്പോൾ ടാക്കിൾ ചെയ്യുവാൻ, അതായത് മിഡിൽ ഈസ്റ്റ് കൺട്രികൾ ഇന്ത്യയാണ് ആശ്രയിക്കുന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം UAE-യുടെ ഇന്ത്യൻ അംബാസിഡർ പറഞ്ഞത്. മോദിയുടെ ഒരൊറ്റ ഫോൺ കോൾ കൊണ്ട് ഈ പ്രശ്നം അവസാനിപ്പിക്കുമെന്ന്. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം അത്ര വേഗത്തിൽ അവസാനിപ്പിക്കണമെന്നൊരു താല്പര്യം അമേരിക്കയ്ക്കുണ്ടോ എന്ന കാര്യത്തിലും സംശയമുണ്ട്. പ്രത്യേകിച്ചും ഈ ഹോർമൂസ് കടലിടുക്കുകളിലൂടെയുള്ള ഈ ഇന്ധന കയറ്റുമതി അല്ലെങ്കിൽ ഇന്ധനവുമായുള്ള ഷിപ്മെന്റുകളുടെ കടന്നുപോക്ക് നിയന്ത്രിക്കുന്നതിലൂടെ അമേരിക്കയ്ക്ക് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പവർ പൊളിറ്റിക്കൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരു മെന്റൽ ആയിട്ടുള്ള ഒരു സ്ട്രെങ്തിന്റെ ഇടയിൽ അവർക്കൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു അപ്പർ ഹാൻഡ് അമേരിക്കയ്ക്ക് ആവശ്യമാണ്. അത് അമേരിക്ക ഇപ്പോൾ ലഭിച്ചിട്ടുമുണ്ട്. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യക്ക് ഇത്തരത്തിൽ ഇടപെടണമെന്ന് ലോകരാജ്യങ്ങൾ ആവശ്യപ്പെടുമ്പോഴും സാധാരണ ഇപ്പം ഈ മറ്റ് രാജ്യങ്ങളൊക്കെ യുദ്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത്, ഇപ്പൊ നമുക്കറിയാവുന്ന പോലെ റഷ്യ യുക്രൈൻ വാറൊക്കെ നടക്കുന്ന സമയത്തും ഒക്കെ ഇന്ത്യ ഒരു നിലപാടിലേക്ക് എത്തിയിരുന്നില്ല. എപ്പോഴും ഈ ഒരു ചേരിചേരാ നയമാണ് ഇന്ത്യ എപ്പോഴും സ്വീകരിച്ചു വന്നത്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം UN പൊതുസഭയിൽ തന്നെ ഇന്ത്യ ഈ GCC രാജ്യങ്ങൾക്കൊക്കെ അനുകൂലമായി ഈ യുദ്ധത്തിൽ പ്രസ്താവന നടത്തിയിരുന്നു. അപ്പം അത് എത്ര കണ്ട് രാജ്യത്തിന് ഗുണകരമായിരിക്കും ഈ ഒരു പ്രതിസന്ധി നിൽക്കുന്ന സാഹചര്യത്തിൽ? ഇറാൻ നമ്മുടെ എപ്പോഴത്തെയും ഒരു അലയാണ്. അതായത് നമ്മുടെ പഴയ സുഹൃത്തുക്കൾ, ഏറ്റവും പഴയ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ അത് ഇറാനും റഷ്യയുമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ യുദ്ധം വരുമ്പോൾ വളരെ പൊതുവായി തന്നെ GCC രാജ്യങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട്, അല്ലെങ്കിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഈ രാജ്യങ്ങളിലേക്ക് ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങളെ അപലപിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടായിരുന്നു UN-ൽ ഇന്ത്യ സ്വീകരിച്ചത്. അതിനെതിരെ ഇറാന്റെ വിദേശകാര്യ വിഭാഗത്തിലുള്ള ആളുകൾ തന്നെ, UN-ലെ പ്രതിനിധികൾ തന്നെ പറഞ്ഞത് ഇതൊരു മാനിഫെസ്റ്റേഷൻ ഓഫ് ഇൻജസ്റ്റിസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇറാൻ കാണുമ്പോഴും ഇന്ത്യയുമായിട്ടൊരു സഹകരണത്തിന് അവർ തയ്യാറാണെന്നതിന്റെ ലക്ഷ്യമാണ് ഇത്തരത്തിലുള്ള നമ്മളുടെ ഷിപ്മെന്റ്സിന് ഈ ഹോർമൂസ് കടലിടുക്കിലൂടെ പോകുവാനുള്ള ഒരു അനുവാദം അവർ നൽകിയത്. അങ്ങനെ പോയി എന്ന് പറയുമ്പോൾ പോലും ഈ ഷിപ്പുകളെല്ലാം ഡാർക്ക് മോഡിലാണ് പോയത്. അതായത് ഒരു തരത്തിലും മറ്റൊന്ന് നമ്മുടെ ഈ ഷിപ്പുകൾ കടന്നു പോകുന്നുവെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ അതിനകത്തുള്ള സാങ്കേതികമായിട്ടുള്ള സജ്ജീകരണങ്ങളെല്ലാം ഓഫ് ചെയ്തതിന് ശേഷം ഡാർക്ക് മോഡിലാണ് ഈ 2 ഷിപ്പുകളും അതിലൂടെ കടന്നു പോയതെന്നും പ്രത്യേകം കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ചും
പാകിസ്ഥാന്റെ ഒരു പ്രസ്താവന ഇവിടെ വന്നിട്ടുണ്ട്. അത് ഇറാനെതിരായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ആ പ്രസ്താവന വന്നതിന് ശേഷം, അതായത് മിഡിൽ ഈസ്റ്റ് കൺട്രികളെ അനുകൂലിക്കുന്ന അവരുടെ ഭാഗത്താണ്, US-ന്റെ ഭാഗത്താണ് എന്ന രീതിയിൽ ധ്വനിപ്പിക്കുന്ന വിധത്തിലാണ് UN-ൽ പാകിസ്ഥാന്റെ പ്രതിനിധിയുടെ ഒരു വിശദീകരണം വന്നത്, അല്ലെങ്കിൽ ഒരു പ്രസ്താവന വന്നത്. ആ പ്രസ്താവന വന്നതിന് ശേഷവും ഇറാൻ ഇന്ത്യയുമായി കുറെ കൂടി അടുക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഫേവറബിൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന നിലയാണ് ഉണ്ടായതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. ഏതായാലും എന്നാണ് ഈ ഊർജ്ജ പ്രതിസന്ധി തീരുക എന്നതിന് ഈ വരുന്ന ഏപ്രിൽ 26-നാണ് ചാബ്ഹർ പോർട്ടുമായി ബന്ധപ്പെട്ട ഇറാനിലെ നമുക്ക് വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഇന്ത്യയുടെ തന്നെ മേൽനോട്ടത്തിൽ 2003-ൽ വാജ്പേയി കാലത്തടക്കം നമ്മൾ തുടക്കമിട്ട ആ ഒരു തുറമുഖത്തിന്റെ പണി പൂർത്തിയാക്കി ഇന്ത്യ അതുമായി സഹകരിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് US പറയുന്നത് അവിടുമായിട്ട് സഹകരിക്കുക, അല്ലെങ്കിൽ ഈ പോർട്ടുമായിട്ട് ഇന്ത്യ അധികം സഹകരിക്കാൻ പാടില്ല എന്ന് പറയുകയും ഈ യുദ്ധത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഏപ്രിൽ 26 വരെ നമുക്കൊരു ഒരു ചെറിയൊരു മുൻഗണന, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയ പരിഗണന US നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ അഫ്ഗാൻ അടക്കമുള്ള നാടുകളിലെ മനുഷ്യാവകാശപരമായിട്ടുള്ള, അല്ലെങ്കിൽ അവിടുത്തെ ആളുകളുടെ വിഭവ പരിമിതി നികത്തുവാൻ വേണ്ടി ഈ പോർട്ടുമായിട്ട് സഹകരിക്കുവാൻ കുറെ കൂടി സമയം നൽകണമെന്നാണ് ഇന്ത്യ US-നോട് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാവുന്നതാണ് ഈ 1990-കളിൽ ശരി. അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ പ്രതിസന്ധി ഇപ്പം അമല് പറയുന്ന അനുസരിച്ചാണെങ്കിലും നിലവിൽ പെട്ടെന്നൊന്നും തീരുന്ന മട്ടില്ല. കുറച്ചധികം കാലം ഈ യുദ്ധം നീണ്ടു പോവുകയാണെങ്കിൽ പ്രതിസന്ധിയുടെ കാര്യത്തിലും പെട്ടെന്നൊരു അയവ് വരാനുള്ള സാധ്യത കുറവാണ്.